നമസ്കാരം. PV അൻവർ MLA നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം എന്താണ്? ഒറ്റ വാചകത്തിൽ അത് MLA തന്നെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ആ വാചകത്തിൽ നിന്ന് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. ഞാൻ പി ശശിയുടെ അടുത്ത് കഴിഞ്ഞ 8 മാസമായിട്ട് പോകാറില്ല. സാജൻ സ്കറിയാസ് കേസിന് ശേഷം രാജ്യദ്രോഹ കുറ്റമായ പോലീസിൻ്റെ വയർലെസ് മെസ്സേജ് അടക്കം ചോർത്തി ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രക്ഷേപണം ചെയ്തിട്ട് അവനെതിരെ നടപടിയെടുക്കാനുള്ള നിയമ നടപടിയുമായി ഞാൻ പോയപ്പോൾ അതിനെ തടയിട്ടവനാണ് ഈ പറയുന്ന ശശിയും ഈ പറയുന്ന MR അജിത് കുമാറും. ഓൺലൈൻ മാധ്യമ ഉടമയായ ഷാജൻ സ്കറിയയ്ക്കെതിരെ PV അൻവർ നടത്തിയ ഒരു പോരാട്ടമുണ്ട്. കേരളത്തിൽ CPIM അനുഭാവികളുടെ മാത്രമല്ല, പുറത്തുള്ള നല്ലൊരു വിഭാഗത്തിന്റെയും പിന്തുണ അൻവറിന് കിട്ടിയതാണ് ആ പോരാട്ടത്തിൽ. ഷാജൻ സ്കറിയയുടെ മാധ്യമത്തിലൂടെ അപഹസിക്കപ്പെടാത്തവരും കള്ളന്മാരാക്കപ്പെടാത്തവരും പൊതുസമൂഹത്തിൽ കുറവാണ് എന്നതായിരുന്നു അതിനു കാരണം. ആ പോരാട്ടത്തിൽ പക്ഷേ അൻവറിന് ഉദ്ദേശിച്ച വിജയം കിട്ടിയില്ല. ഷാജൻ സ്കറിയ ജയിലിലാകും എന്ന് കരുതിയ പോരാട്ടത്തിൽ വളരെ വേഗം ജാമ്യം കിട്ടി. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ഒത്തുചേർന്ന് ഷാജനെ രക്ഷിച്ചു എന്നാണ് അൻവർ ഒടുവിൽ ആരോപിച്ചത്. അതിന്റെ സത്യാവസ്ഥയും തെളിവുകളും ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ അൻവർ വേറെ ചില പുഴുക്കുത്തുകൾ പുറത്തു കൊണ്ടുവന്നു. ഷാജൻ സ്കറിയയ്ക്കെതിരായ പോരാട്ടത്തിനിറങ്ങിയ അൻവറിന് പിന്നെ ശത്രുക്കൾ P ശശിയും ADGP MR അജിത് കുമാറുമായി. ഇരുവർക്കുമെതിരായ യുദ്ധത്തിൽ അൻവറിന് കിട്ടിയ പിടിവള്ളിയായിരുന്നു SP സുജിത് ദാസുമായുള്ള ഫോൺ സംഭാഷണം. സാഹചര്യമൊരുക്കി സുജിത്തിനെ കൊണ്ട് അൻവർ പറയിച്ചതാണെങ്കിലും സുജിത്ത് സ്വന്തം നിലയ്ക്ക് വെളിപ്പെടുത്തിയതാണെങ്കിലും അതിൽ ADGPയെ കുറിച്ച് അതീവ ഗുരുതരമായ പരാമർശം ഉണ്ടായിരുന്നു. സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ബന്ധം എന്ന് ADGPയെ കുറിച്ച് പറയുകയാണ് SP തന്നെ. അതിനപ്പുറം ഒരു ആധികാരികത ആ വെളിപ്പെടുത്തലിന് ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നാലെ അൻവറിന് വീണ് കിട്ടിയ തെളിവാണ് ADGPയുടെ തിരുവനന്തപുരത്തെ വസതി. 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ഫ്ലാറ്റ് 10ാം ദിവസം മറിച്ചു വിറ്റാൽ 65 ലക്ഷം രൂപ കിട്ടുമോ? PV അൻവർ ചില രേഖകൾ പുറത്തുവിട്ട് ഉന്നയിച്ച പ്രധാന ആരോപണം ഇതാണ്. രണ്ടാമത്തേത്, തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലത്ത് സ്വന്തം നിലയ്ക്കും ഭാര്യ സഹോദരന്റെ പേരിലും വാങ്ങിയ 10 സെന്റ് വീതമുള്ള സ്ഥലം. PV അൻവർ ഉന്നയിക്കുന്നത് 50 മുതൽ 60 ലക്ഷം രൂപ വരെയുള്ള ഫ്ലാറ്റ് 33,80,100 രൂപയ്ക്ക് വാങ്ങി 10ാം ദിവസം 65 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാണ്. ഈ ഇടപാട് നടന്നത് നോട്ട് അസാധുവാക്കുന്നതിന് 6 മാസം മുമ്പാണ്. അന്നത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ രീതി ഇതായിരുന്നു. പകുതി കണക്കിൽപ്പെടുത്താതെ പണമായും പകുതി അക്കൗണ്ട് വഴിയും നൽകി സ്ഥലം വാങ്ങുക. അത് 10ാം ദിവസം മുഴുവൻ തുകയും രേഖയിൽ കാണിച്ച് വിൽക്കുക. 2 ആധാരം എഴുതുന്നതിന്റെ ചെലവ് കൊണ്ട് കയ്യിലിരിക്കുന്ന കള്ളപ്പണം വെളുത്തുവരും. ഇങ്ങനെയൊരു ഇടപാട് ഇന്നത്തെ ADGP നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വേറെ അന്വേഷിക്കണം. ഈ 2 സ്ഥലം ഇടപാടുകളിലും DGP അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ DGP ആണെങ്കിൽ സ്വന്തം പേരിലുള്ള സ്ഥലം വിൽക്കാം എന്ന് പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിയിട്ട് ആധാരം നടത്താത്ത കേസിൽ കോടതി വിധിച്ചയാളും. ഷാജൻ സ്കറിയയ്ക്കെതിരായ പോരാട്ടത്തിൽ P ശശി ശത്രുവായി മാറിയപ്പോൾ നിരവധി ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചു. ADGP അജിത് കുമാർ സംശയ നിഴലിൽ ആയെങ്കിലും ശശിയുടെ കാര്യത്തിൽ പുതുതായി ഒന്നുമുണ്ടായില്ല. ഷാജൻ സ്കറിയയെ സഹായിക്കാൻ കൈക്കൂലി വാങ്ങിച്ചു എന്ന അവ്യക്തമായ ഒരു ആരോപണം അല്ലാതെ മറ്റൊന്നും പുതിയതായില്ല. EK നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ കേൾക്കുന്ന കഥകളാണ് അൻവർ ആവർത്തിച്ചത്. അതിൽ ചിലതിൽ CPIM നടപടിയെടുത്തതുമാണ്. ADGPക്ക് എതിരായ ആരോപണമാണ് പിന്നെയും സംശയ നിഴലിൽ നിൽക്കുന്നത്. അത് ADGPയുടെ RSS കൂടിക്കാഴ്ചകളാണ്. ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവാണെങ്കിലും അതും അൻവർ ഏറ്റെടുത്തു. ADGP 10 ദിവസത്തെ ഇടവേളയിൽ 2 RSS ദേശീയ നേതാക്കളെ കണ്ടിട്ടുണ്ട്. അത് രണ്ടും
ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമല്ല. പിന്നെ എന്തിനാകണം ആ കൂടിക്കാഴ്ച? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ക്രമസമാധാന രീതിയുണ്ട്. ഏത് സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നമോ ഭീകരാക്രമണമോ ഉണ്ടായാലും RSS നേതാക്കളെ ആ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിതി വിവരം അറിയിക്കണം. കേരളത്തിൽ പിന്നീട് BJPയുമായി സഹകരിച്ച 2 DGPമാർ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ഇവർ ഇങ്ങനെ RSS നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴുയരുന്ന ആരോപണം. 2023 ഏപ്രിൽ 2-നായിരുന്നു ഇലത്തൂർ ട്രെയിൻ തീവയ്പ്. മേയിലാണ് തൃശൂരിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ ADGP കണ്ടത്. 10 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് റാം മാധവിനെയും കണ്ടു. ഇത് രണ്ടും ഇലത്തൂർ തീവയ്പ് അന്വേഷിച്ചയാൾ എന്ന നിലയിൽ കണ്ട് അറിയിച്ചതാകാം എന്നാണ് പുറത്തുവരുന്ന വിവരം. ADGP കേരള കേഡറിൽ ആണെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലെ ഉദ്യോഗസ്ഥനാണ്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് നിർദ്ദേശം വന്നാൽ അനുസരിക്കാൻ ഓരോ സംസ്ഥാനത്തും ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തന്നെയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ആഭ്യന്തരമന്ത്രി ഏത് പാർട്ടിക്കാരൻ ആണെങ്കിലും വിശദീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ട്. പക്ഷേ RSS നേതാക്കളെ കണ്ട് വിശദീകരിക്കുന്നത് എന്തിനെന്ന് ഇനിയും വ്യക്തമാകാനുണ്ട്. അൻവറിന്റെ അറ്റകൈ പ്രയോഗത്തിൽ കലങ്ങിയ കുളത്തിൽ ഒന്നുകൂടിയുണ്ട്. തൃശൂർ പൂരം കലക്കിയതിലെ ആരോപണം. കമ്മീഷണറെ കുറ്റപ്പെടുത്തി ഇപ്പോൾ ADGP കൊടുത്ത റിപ്പോർട്ട് പുറത്തു വന്നു. എന്നാൽ കമ്മീഷണർ നൽകിയ മൊഴികളിൽ ഉള്ളത് ADGP പറഞ്ഞത് അനുസരിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ്. ഈ സംഭവത്തിലും ഇതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം ആവശ്യമാണ്. അൻവർ നടത്തിയ നീക്കത്തോടെ ചില വസ്തുതകൾ പൊതുമണ്ഡലത്തിൽ വന്നു എന്ന് സമ്മതിക്കാം. അത് ADGPയുടെ RSS കൂടിക്കാഴ്ചയാണ്. പക്ഷേ P ശശിക്കെതിരെയും ADGPക്കെതിരെയും ഉള്ള ഈ പോരിൽ ജയിക്കാൻ ഈ കൂടിക്കാഴ്ച മാത്രം മതിയാകില്ല. ഷാജൻ സ്കറിയയ്ക്കെതിരായ യുദ്ധം ജയിക്കാതെ വന്നപ്പോൾ ADGPക്കും ശശിക്കും എതിരെ, അതും ജയിക്കാതെ വന്നാൽ മുഖ്യമന്ത്രിക്കും DGPക്കും എതിരെയാക്കാം. ഇതല്ലാതെ മറ്റെന്തെങ്കിലും നേട്ടം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ അൻവർ തിരിയുന്ന നിമിഷം ശത്രു CPIM ആവുകയും ചെയ്യും. അന്തം വിട്ട പ്രതി എന്തും ചെയ്യും. ഇനിയും എന്തൊക്കെ കാണാനിരിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.